ഹായ് ഫ്രണ്ട്സ്, നാടൻ അടുക്കള യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റിലൊരു നാടൻ തീയലാണ്. അതും വെറൈറ്റി ആയിട്ട്, വളരെ വെറൈറ്റി ആയിട്ട്. നമ്മൾ തീയൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാൽ അതിലൊരു വെറൈറ്റിയും വേണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തീയൽ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതിൽ വളരെയധികം സന്തോഷം. കണ്ടവരോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പം ഇനി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ ഉള്ള വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചേമ്പിൻ്റെ താള തന്നെയാണ്. അപ്പോൾ അത് ഇതേപോലത്തെ തോലൊക്കെ എടുത്ത് നന്നായിട്ട് കളയണം, അല്ലെന്നുണ്ടെങ്കിൽ ചൊറിയും. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഞാനിവിടെ മാറ്റിയതിന് ശേഷം ഇതെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആദ്യം മുതലേ ഇതെടുക്കാൻ പോകുന്നതും ഒക്കെ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷെങ്കിൽ ഇത് ഞാൻ തന്നെത്താനെ എടുക്കുന്നത് കൊണ്ടാണ് അതൊന്നും സാധിക്കാതെ വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ കാണിക്കാനായിട്ട് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റ കൈ കൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാഞ്ഞത്. അപ്പോൾ നമുക്കിതിനിയൊന്ന് അങ്ങനെയാണ് ചില ഭാഗങ്ങൾ ഞാൻ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരുന്നത്. കാരണം നമ്മൾ തനിച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് വീഡിയോ എടുത്തു തരാനും കൂടി ഒരു സഹായത്തിന് ആളില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ ഇതിനകത്തുനിന്ന് മാറ്റേണ്ടതായിട്ട്, അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രം നമ്മൾ ചേർത്ത് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നമുക്കിനി പറഞ്ഞ് ഇരിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ അങ്ങ് പോയേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് നമുക്കിത് കഴുകിയെടുക്കാം. ബാക്കിയുള്ളതെല്ലാം വേണ്ട ചേരുവകളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുക. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ താളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ നീളത്തിൽ വേണം നമ്മൾ അരിയാനായിട്ട്. അപ്പോൾ അതരിഞ്ഞ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതിനകത്ത് ചേർക്കാനായിട്ട് കൊച്ചുള്ളി തന്നെ വേണം. ഇതൊരു 10-25 ചുവന്നുള്ളിയോളം ഉണ്ട്. അതേപോലെ ഒരു ചെറിയ കിഴങ്ങ്, തക്കാളി, കറിവേപ്പില, വറ്റൽമുളക്. ഇപ്പം ചേമ്പിൻ്റെ താളിന് ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. നമ്മളൊരു ഇത്രയും ഒരു ചെറിയ കഷ്ണം വാളൻപുളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചൊറിയത്തില്ല. അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതാണ്. അതേപോലെ തേങ്ങ. അപ്പോൾ ഞാനിതിനകത്ത് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഞാനിവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ വറുക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. നന്നായിട്ട് ഒന്നുകൂടെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറിയ തീയിൽ നമ്മൾ വറുത്തെടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ തീയിൽ വെച്ചാൽ ശരിയാവത്തില്ല. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന താളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളൊരു ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് ചൂടാകാനായിട്ടൊക്കെ വെച്ച് അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അന്നേരത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ അങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് അത് പൊട്ടിത്തെറിക്കലത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ടത്.
കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കൊച്ചുള്ളിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളി മാത്രം നമ്മൾ ലാസ്റ്റിൽ ചേർത്താൽ മതി. അതേപോലെ തന്നെ ചേമ്പിൻ താള് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്നതിന് ശേഷം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നത് പോലെ വരുന്നൊരു സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, കിഴങ്ങ്, കൊച്ചുള്ളി ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി അതേപോലെ വാളൻപുളി താള് മാത്രം നമ്മൾ ചേർത്ത് വെച്ചിട്ടില്ല, കാരണം അതൊക്കെ പെട്ടെന്ന് വഴന്ന് പോകുന്ന സാധനമായതുകൊണ്ടാണ് നമ്മൾ അത് ചേർത്തത്. അപ്പോൾ കിഴങ്ങിനൊക്കെ ഒരു ഇച്ചിരി ചെറിയൊരു വേവുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പോയി അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം അരയ്ക്കുമ്പോൾ ആ ചൂടോടുകൂടി അരയ്ക്കരുത്. തേങ്ങ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. ഇത് നമുക്കൊരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തീയലിനുള്ള അരപ്പൊക്കെ ഇവിടെ ഞാൻ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വഴറ്റാൻ വെച്ചിരുന്നതൊക്കെ എന്തായി എന്നൊന്ന് നോക്കാം. അപ്പോൾ കിഴങ്ങൊക്കെ നന്നായിട്ട് ഇപ്പോൾ വെന്ത് കാണും. കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയ്ക്കകത്ത് ഇടുന്ന നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ പുളിയും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പിൻ താള് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒറ്റ ഒരാവി മതി വഴന്ന് വരാനായിട്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് മുഴുവനായിട്ട് ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കട്ടെ. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. മുഴുവനായിട്ട് നമ്മളിതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാടായിട്ട് തോന്നും, എങ്കിലേത് ആവി വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ഒന്നും കാണത്തില്ല. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. താളൊക്കെ എന്തായെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് എല്ലാം വാടി വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. തീയൽ എന്തായാലും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ തീയൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് അവിടെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് പറ്റിയൊക്കെ വരും. അപ്പോഴത്തേക്കിന് നമുക്ക് താത്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് മൊത്തം ഒന്ന് പറ്റിപ്പോകും. ഇപ്പോൾ നമ്മുടെ നാടൻ ചേമ്പിൻ താള് തീയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള നല്ല നാടൻ കറികളുമായിട്ട് നമുക്ക് നാളെ കാണാം.